നമസ്കാരം. എൻ്റെ പേര് ശൈത്യ. ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. വലിയ കാര്യപരമായിട്ടുള്ള കണ്ടൻറ്റോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇത് ജസ്റ്റ് 2 ദിവസം മുമ്പേ ഞങ്ങളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് എടുത്തൊരു ചെറിയൊരു ക്ലിപ്പ് അത്രേ ഉള്ളൂ. അപ്പം അത് ഇന്ന് ഞങ്ങൾ എഡിറ്റ് ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസിൽ ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു 28 കെട്ട് ഫംഗ്ഷനിരിക്കുകയാണ്. അപ്പം അവിടെ കാണുന്നത് അച്ചുവാണ്, എൻ്റെ ഏറ്റവും ഇളയ അനിയൻ. അച്ചു ഒരു ഹായ് പറയാം. അവൻ കുറച്ച് ഷൈയാ, അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാം. ഇതാണ് ഹസ്ബൻഡ്. ഹായ്. നമ്മളിപ്പം തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടായി? മടത്തിപ്പറമ്പായി. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തുന്നതാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് ബേക്കറി കയറി ഒരു ബണ്ണും പിന്നെന്താ ഉള്ളിവടയാണോടാ, മുട്ട പപ്സ് വാങ്ങി, പിന്നെ ഉള്ളിവട വാങ്ങി, പിന്നെ പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മടത്തിപ്പറമ്പ് അമ്പലം. പിന്നെ ഫുൾ പച്ചപ്പും ഹരിതാപവും. ഇപ്പൊ നമുക്ക് ഈ വഴി വലത്തോട്ട് തിരിയുമ്പം ഒരു പള്ളി കാണാം. കണ്ടോ, ഒരു വലിയ പള്ളി കണ്ടോ? ഇതാണ് നമ്മുടെ തുരുത്തിപ്പള്ളി. അനിയൻ എന്തേ? ഇതാണ് ആ വലിയ പള്ളി, ഞങ്ങളുടെ ലാൻഡ്മാർക്കാണ്. പിന്നെ ഇപ്പൊ നമ്മളൊരു ഇടവഴിയുണ്ട്. ഈ ഇടവഴി കൂടെ പോകുമ്പോഴാണ് ഞങ്ങളുടെ കൊട്ടാരം, വെള്ളച്ചാട്ടം. പിന്നെ ഞങ്ങളുടെ നാട്ടില് കഴിഞ്ഞ മാസം ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. സൂസിയൊന്നും അല്ല, ഇതുണ്ടോ ഇവിടെ വെച്ചിട്ടൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ, ആ പിള്ളേരെ ഞാൻ എടുക്കുന്നത് വിചാരിക്കും. വേണ്ട, പിള്ളേരെ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരം അവിടെയൊക്കെ വന്ന് ഊഞ്ഞാലാടാറുള്ളതാണ്. ഇപ്പൊ വെള്ളം കുറവാണ്. ഇപ്പൊ ഇവര് അല്ലേ ഡാം തുറന്നു ഇട്ടിട്ടില്ല. അല്ലാത്ത സമയത്ത് ഇവിടെ ഈ ഇത്രയും പൊക്കത്തി വെള്ളം വരും. റോഡിലോട്ടൊക്കെ അങ്ങ് വെള്ളം കയറും. നല്ല രസമാണ് ഗൈസ് കാണാനായിട്ട്. ഇനി ബാക്കി വിശേഷം ഇട്ട് കാണാം. വീട്ടിലെത്തി ചായ കുടിക്കണം, പപ്സ് കഴിക്കണം, പിന്നെ മുളക് വടയുണ്ട്, പിന്നെ ബൺ കഴിക്കണം. അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്.